ഹായ് വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഹാപ്പി റെസിപ്പി എന്താണെന്നല്ലേ, നമ്മൾ എത്ര മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണെങ്കിലും ശരി, ഈ ഒരു കറി വെച്ച് നോക്കുക, കഴിക്കുക, നമ്മൾ ഹാപ്പി ആയിരിക്കും. വേറൊന്നുമല്ല, ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ശരി, നമുക്ക് സമയം കളയാണ്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മത്തങ്ങ കൊണ്ട് ഒരു പച്ചടിയാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. എസ്പെഷ്യലി നിങ്ങൾ വീട്ടിൽ പ്രായമായ ചോറിനാനൊക്കെ മടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. നല്ല സുഖമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവർ ഹാപ്പി ആയിട്ട് ഏറ്റുപൊക്കോളും. ഓക്കെ, നമുക്ക് എന്നാൽ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടത് മത്തങ്ങയാണ്. ഓക്കെ, റെസിപ്പിയൊക്കെ പറയാം. അതിന് മുമ്പായി ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ ഫ്യൂച്ചറിലുള്ള വീഡിയോസ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഈ പച്ചടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ മത്തങ്ങയാണ്. നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 8-9 ചുവന്നുള്ളി വേണം. പിന്നെ നമുക്ക് ഇതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിയുടെ ടേസ്റ്റാണ് ഇതിന് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു അളവിൽ തന്നെ ഇഞ്ചി ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പില, പിന്നെ 2 പച്ചമുളക്, അതും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നും എടുക്കണ്ട, ഒന്നിച്ചെടുത്താൽ മതി. 1.5 കപ്പ് തേങ്ങാപ്പാൽ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. ഇനി ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഞാനത് ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അവസാനം വരെ വീഡിയോ മിസ് ചെയ്യാതെ കാണണേ. ഞാനിപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് ഇട്ടിരിക്കുന്നത്. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. അതൊരു വഴന്ന് തുടങ്ങി കഴിയുമ്പോഴത്തേനും നമുക്കതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. ബാക്കി ഇഞ്ചി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കുക. ഇഞ്ചി എപ്പോഴും കുറച്ചളവ് കൂടുതൽ എടുക്കണം കേട്ടോ പച്ചടിക്ക്. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പിലയൊക്കെ നമുക്ക് നല്ലതുപോലെ ചേർക്കാം ഇതിൽ. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം നമ്മൾ. അത് കഴിഞ്ഞ് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന മത്തങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും ചേർക്കുക. ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഉപ്പ് കൂടിയോ കുറഞ്ഞോ ഒന്നും ഇപ്പം നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഉപ്പ് ചേർത്ത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം മത്തങ്ങ. അതിനു വേണ്ടിയാണ്. ഏകദേശം ഒരളവ് വെച്ചിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഇതൊരുമാതിരി ഒന്ന് വെന്ത് ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1.5 കപ്പ് തേങ്ങാപ്പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ തേങ്ങാപ്പാൽ കിടന്നാണ് ഈ മത്തങ്ങ വെന്ത് വരിക. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് തേങ്ങാപ്പാൽ തിളച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും കേൾക്കുന്ന പോലെ തന്നെ ഞാനും പറയുന്നു, നമുക്ക് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഓൾറെഡി തേങ്ങാപ്പാൽ തിളച്ച് കഴിഞ്ഞാണ്. അതുകൊണ്ട് നമുക്ക് വേവിച്ചെടുക്കുന്നതിനായിട്ട് മീഡിയം തീ മാത്രം വെച്ചാൽ മതി. ഇപ്പോൾ കണ്ടോ, മത്തങ്ങ നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ടെടുത്ത് ഞെക്കി നോക്കുമ്പം പൊടിഞ്ഞു പോകുന്നൊരു സ്റ്റേജ് ഉണ്ടല്ലോ, അത്രയും നമ്മൾ വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ പോയാൽ ഒരു ടേസ്റ്റും കിട്ടില്ല. ജസ്റ്റ് ഒരു ഉപ്പ് രസം മാത്രമേ നമുക്ക് ഇതിനകത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനിയാണ് ഇതിനകത്തെ ട്വിസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത്
ഈ മത്തങ്ങ വേവിച്ചത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അത് ആറിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മത്തങ്ങ ആറിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് ഞാൻ പറഞ്ഞത് തൈരാണ്. തൈര് ചേർക്കുകയാണ്. അപ്പോൾ നല്ല പുളിയുള്ള നല്ല തണുത്ത തൈര് ചേർക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഈ തൈരങ്ങ് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ പച്ചടിയുടെ എല്ലാ ടേസ്റ്റും ഇറങ്ങും. ഞങ്ങൾ സാധാരണ പച്ചടി എന്ന് പറയുന്നത് തൊടുകറിയാണ്. പക്ഷേ ഇവിടെ ഞാൻ കുറച്ച് കൂടുതലുണ്ടാക്കും. കാരണം ഇവിടെ എല്ലാവരും ഇത് കോരി കുടിക്കുകയാണ് പതിവ്. തൈര് ആഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഉപ്പ് കറക്റ്റാണെന്ന് നോക്കേണ്ട സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് രസം കൂടുതലാണെങ്കിലോ കുറവാണെങ്കിലോ അതിനനുസരിച്ച് ചേർക്കുക. കൂടിപ്പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഉപ്പ് രസം ഒത്തിരി മുമ്പ് നിൽക്കുന്നത് ചീത്തയാണ്. സോ എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള ഈ മത്തങ്ങ പച്ചടി ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഷുവറാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക, കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ.